الحمد لله رب العالمين نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم ومن آياته أن خلق لكم من أنفسكم أزواجا لتسكنوا إليها وجعل بينكم مودة ورحمة إن في ذلك لآيات لقوم يتفكرون സ്നേഹമുള്ള സത്യവിശ്വാസികളെ വിശ്വാസിനികളെ സർവശക്തനായ അല്ലാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി കഴിയുന്നത്ര സൂക്ഷ്മതയോടുകൂടെ ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. കഴിഞ്ഞ ഖുതുബയിൽ വിവാഹവുമായി ബന്ധപ്പെട്ട ഏതാനും ചില കാര്യങ്ങൾ സംസാരിക്കുകയുണ്ടായി. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ഖുതുബയിൽ ആ വിഷയത്തോട് ചേർന്നുള്ള വളരെ മർമ്മപ്രധാനമായ ചില കാര്യങ്ങളാണ് വിശദീകരിക്കാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുവാനും കേൾക്കുവാനും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നമുക്കറിയാം, വിവാഹം എന്നത് നമ്മുടെ എല്ലാവരുടെയും ഒരു സ്വപ്നമാണ്. വിവാഹത്തിന് മുമ്പ് പ്രായമായി കഴിഞ്ഞാൽ ഒരു ഇണയെ ആഗ്രഹിക്കുക എന്നത് സ്വാഭാവികമാണ്.
ഒരുപാട് സ്വപ്നങ്ങൾ നമ്മൾ നെയ്തുകൂട്ടും, ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാകും. നമുക്ക് ഒരു ഇണം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ അവരോട് എങ്ങനെ പെരുമാറണമെന്ന്, അവരോട് എങ്ങനെ സംസാരിക്കണമെന്ന്, അവരോട് എങ്ങനെ ഒത്തൊരുമിച്ച് കഴിയണമെന്ന് നമ്മൾ നമ്മുടേതായ കുറേയേറെ സ്വപ്നങ്ങൾ നെയ്തുകൂട്ടുന്നു, കുറേയേറെ ആഗ്രഹങ്ങൾ, അതിനേക്കാളേറെ കിനാക്കൾ, സ്വപ്നങ്ങൾ എല്ലാം ഒരുമിച്ച് കൂട്ടി അതിനുശേഷമാണ് നമ്മുടെ ജീവിതത്തിനൊത്ത ഒരു ഇണയെ നമ്മൾ കണ്ടെത്തുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു വിവാഹ ജീവിതം മനോഹരമാകാൻ പരസ്പരം കാണുക എന്നത് അനിവാര്യമാണ്. ആണ് പെണ്ണിനെയും പെണ്ണ് ആണിനെയും ഇസ്ലാം പറഞ്ഞ രൂപത്തിൽ കാണുകയും സംസാരിക്കുകയും ചെയ്യണമെന്നത് പരിശുദ്ധ മതത്തിന്റെ നിർദ്ദേശമാണ്. കാരണം മനസ്സുകൊണ്ട് പരസ്പരം തൃപ്തിപ്പെടുക എന്നത് വിവാഹത്തിന്റെ അടിസ്ഥാനമാണ്. അത് അടിച്ചേൽപ്പിക്കലല്ല. ഒരു മാതാവും പിതാവും തന്റെ മകളെ, തന്റെ മകനെ നിർബന്ധിക്കാൻ പാടില്ല. ഞങ്ങൾ പറയുന്ന വിവാഹം നീ കഴിക്കണമെന്ന് നിർബന്ധിക്കാൻ പാടില്ല. വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുന്നവർ ആരോ അവർ കണ്ട് ഇഷ്ടപ്പെടുന്ന ഒരു ബന്ധത്തിലൂടെ ആയിരിക്കണം കല്യാണം തുടങ്ങേണ്ടത്. അവിടെ തന്റെ ഇണക്ക്, തന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഇണക്ക് ഉണ്ടായിരിക്കേണ്ട ഗുണങ്ങളിൽ ഏറ്റവും എടുത്തു പറഞ്ഞ ഒരു ഗുണം ദീനിന് പ്രാമുഖ്യം കൊടുക്കണമെന്നാണ്. ദീനറിയുന്ന പെണ്ണായിരിക്കണം, ദീനറിയുന്ന ആണായിരിക്കണം, ദീനിനോട് അടുപ്പമുള്ള കുടുംബമായിരിക്കണം. 4 കാര്യങ്ങളിലാണ് വിവാഹം സാധാരണ നടത്തപ്പെടാറുള്ളത്. തുങ്കഹുലിൽ മർഅ അർബഇൻ, 4 കാര്യങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ 4 കാര്യങ്ങളിൽ വിവാഹം അന്വേഷിക്കുക അല്ലെങ്കിൽ വിവാഹം ചെയ്യപ്പെടും. ലിഹസബിഹ വലിജമാലിഹ വലിമാലിഹ, സമ്പത്ത്, തറവാട്, സൗന്ദര്യം ഒക്കെ അതിൽ അന്വേഷിക്കുന്നതാണ്. പക്ഷേ അന്വേഷിക്കേണ്ടത്, അതിനേക്കാളേറെ അന്വേഷിക്കേണ്ടത് ഫദ്ഫർ ബിദാത്തിദ്ദീൻ എന്നതാണ് എന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തുകയാണ്. എന്തിനാണ് ദീനിന് പ്രാമുഖ്യം കൊടുക്കുന്നത്? ദീനിന് പ്രാമുഖ്യം കൊടുത്താൽ, ദീൻ അറിയുന്ന ഒരു ഇണ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ ആ ജീവിതത്തിന്റെ സൗന്ദര്യമുണ്ട്, ആ ജീവിതത്തിൽ സ്നേഹമുണ്ട്, ആ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന പ്രണയമുണ്ട്, ആ ജീവിതത്തിൽ നാം കൊതിക്കുന്ന വാത്സല്യമുണ്ട്, നമ്മൾ ആഗ്രഹിക്കുന്ന സന്തോഷമുണ്ട്. അതുണ്ടാകും. ഇല്ലായ്മകളിൽ ചേർന്ന് നിൽക്കാനും അതുപോലെ ചേർത്ത് പിടിക്കാനും നമ്മുടെ മനസ്സിനെ പ്രേരിപ്പിക്കുന്നത് ദീനാണ്, മതമാണ്, അല്ലാഹു സുബ്ഹാനഹു തആല പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മാതാപിതാക്കളെ, പ്രായമെത്തിയ ആൺകുട്ടികൾ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ, പ്രായമെത്തിയ പെൺകുട്ടികൾ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ, വിവാഹം അന്വേഷിക്കുമ്പോൾ ആദ്യമായി മുൻഗണന കൊടുക്കേണ്ടത് ദീനിനാണ്. നമ്മൾ അന്വേഷിക്കുമ്പോൾ പറയേണ്ടതും ദീനുള്ള പെൺകുട്ടിയെ, ദീനുള്ള ആൺകുട്ടിയെ വേണമെന്നാണ് നമ്മൾ ആദ്യം പറയേണ്ടത്.
അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അങ്ങനെ നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരുന്ന ഒരു പെൺകുട്ടി തന്റെ ഇണയുടെ മാതാവിനെയും പിതാവിനെയും സ്നേഹിക്കാൻ കഴിയുന്ന പെണ്ണായിരിക്കും അവൾ. ആ മാതാവിനെയും പിതാവിനെയും സ്നേഹിച്ചാൽ കിട്ടുന്ന പുണ്യത്തെക്കുറിച്ച് അറിയുന്ന പെണ്ണാണെങ്കിൽ അവരെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ശുശ്രൂഷിക്കുകയും അവരെ വേദനിപ്പിക്കാതെ വാത്സല്യത്തോടുകൂടെ അവരോടൊപ്പം നിൽക്കുകയും ചെയ്യുന്നവരായിരിക്കും ആ കയറി വരുന്ന പെണ്ണ്. അല്ല എങ്കിൽ ആ വീട് നരകമായി തീരും. ആ വീട് നരകമായി തീരും. ഞാൻ കഴിഞ്ഞ ദിവസം മരണപ്പെട്ട ഒരു സഹോദരിയുടെ അവരുടെ കുടുംബ വിഷയത്തെ കുറിച്ച് അറിയാനിടയായി. പ്രഗത്ഭയാണ്, ഡോക്ടറാണ്. സ്വന്തം വീട്ടിൽ താമസിക്കാൻ കഴിയാതെ അവരെ സംരക്ഷിക്കാൻ പറ്റുന്ന ഒരു സ്ഥലത്തേക്ക് അവർ മാറി താമസിച്ചു. അവരുടെ മകനുണ്ട്, മകൻ കല്യാണം കഴിച്ച പിന്നെ അവരുടെ ഇണയുണ്ട്. എന്നിട്ട് പോലും അവരുടെ അവസാന സമയത്ത് വാർദ്ധക്യ സഹജമായ പ്രയാസങ്ങളിൽ, ബുദ്ധിമുട്ടുകളിൽ ഒരു താങ്ങും തണലുമായി സ്നേഹമായി കൂടെ നിൽക്കാൻ കഴിയാതെ അവസാനം ആരുമില്ലാതെ ഈ ലോകത്തോട് വിട പറയേണ്ടി വന്ന ഒരു സഹോദരിയുടെ കഥ, അല്ലെങ്കിൽ ഒരു സഹോദരിയുടെ അവസ്ഥ കഴിഞ്ഞ ദിവസം കേൾക്കേണ്ടി വന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. നോക്കൂ, നിങ്ങൾ എല്ലാമുണ്ട്, സമ്പത്തുണ്ട്, തറവാടിത്തമുണ്ട്, അറിവുണ്ട്, ഇൽമുണ്ട്, എല്ലാമുണ്ട്. പക്ഷേ എല്ലാം ഉണ്ടായിട്ടും അവസാന സമയത്ത് ഒന്ന് സന്തോഷത്തോടുകൂടെ സ്നേഹത്തോടുകൂടെ പരിചരിക്കാൻ ആളില്ലാതെ ആ വേദനയോടുകൂടെ വിട പറയാൻ. സുബ്ഹാനല്ലാഹ്, അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അങ്ങനത്തെ അവസ്ഥ നമ്മുടെ മക്കളൊന്നും ഉണ്ടാവരുത്. എങ്ങനത്തെ മക്കളാണ്? വളരെ ചെറുപ്പത്തിൽ നമ്മൾ ആ മക്കളെ വളർത്തിയ ഒരു ഘട്ടമുണ്ട്. അവർക്ക് മാത്രമായി ജീവിക്കുന്നവരാണ് നമ്മൾ. നമ്മുടെ ജീവിതത്തെക്കാൾ അപ്പുറം ആ മക്കളെ സ്നേഹിച്ചവരാണ് നമ്മൾ. അവർക്ക് വേണ്ടിയാണ്, അവരുടെ സ്വപ്നങ്ങളെ പൂർത്തീകരിക്കാൻ വേണ്ടി പണിയെടുത്തവരാണ് നമ്മൾ. എന്നിട്ടും അവസാനം നമ്മുടെ അധ്വാനങ്ങളെയും നമ്മുടെ ആത്മാർത്ഥതകളെയും നമ്മുടെ സ്നേഹത്തെയും എല്ലാം വേണ്ടെന്ന് വെക്കുകയും അവസാനം അവർക്ക് നമ്മൾ ഒരു ഭാരമായി തീരുകയും ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. അങ്ങനത്തെ ബന്ധങ്ങൾ ആവരുത് നമ്മുടെ ബന്ധങ്ങൾ. സ്നേഹിക്കാൻ അറിയുന്ന, പരിചരിക്കാൻ അറിയുന്ന, അതേപോലെ തന്നെ ആ രൂപത്തിൽ ഇഷ്ടത്തോടുകൂടെ കഴിയാൻ കഴിയുന്ന ആളുകളായിരിക്കണം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരേണ്ടത്. അല്ലാഹു അതിന് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, നാം വിവാഹം കഴിച്ചാൽ ഒരു ഇണ അഥവാ ഒരു ആണ് പെണ്ണിനും ഒരു പെണ്ണൊരു ആണിനും ഹുന്ന ലിബാസുൽ ലക്കും വ അൻതും ലിബാസുൽ ലഹുൻ. ഖുർആന്റെ പ്രയോഗമാണ്. പരസ്പരം വസ്ത്രങ്ങളാണ്. നോക്കൂ നിങ്ങൾ, ഒരു വസ്ത്രം നമുക്ക് എത്രമാത്രം സുരക്ഷിതത്വം നൽകുന്നു. തണുപ്പിൽ നിന്നും ചൂടിൽ നിന്നും നമുക്ക് സുരക്ഷിതത്വം നൽകുന്നത് നമ്മുടെ വസ്ത്രമാണ്. നമുക്ക് സൗന്ദര്യം നൽകുന്നത് വസ്ത്രമാണ്. നമുക്ക് നല്ലൊരു വ്യക്തിത്വം നൽകുന്നത് വസ്ത്രമാണ്. നമ്മുടെ നഗ്നത മറക്കുന്നത് വസ്ത്രമാണ്. അതുപോലെ നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ നല്ല വ്യക്തിത്വത്തെ ഉണ്ടാക്കിയെടുക്കാൻ ഒരു ഇണക്ക് സാധിക്കും. നമ്മുടെ സൗന്ദര്യത്തെ വർദ്ധിപ്പിക്കാൻ ഒരു ഇണക്ക് സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ നഗ്നതയെ അഥവാ ജീവിതത്തിന്റെ എല്ലാ ഹറാമുകളിൽ നിന്നും തോന്നിവാസങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാൻ പരസ്പരം ഇണകളായി ജീവിച്ചാൽ നമുക്ക് കഴിയുമെന്ന് റസൂലുള്ളാഹി ഖുർആനിലൂടെ ബോധ്യപ്പെടുത്തുകയാണ്. കഴിയണം നമുക്ക്. അല്ലാഹുവിന്റെ റസൂൽ ഒരു ഹദീസ് പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ കേട്ട ഹദീസാണ്. ഹദീസിന്റെ അവസാനം പറയുന്ന വാക്ക്, യാ മഅ്ശറ ശബാബ് മൻ ഇസ്തതഅ മിൻകുമുൽ ബഅ ഫല്യതസവ്വജ് ഫഇന്നഹു അഗ്ളുൽ ബസർ വഅഹ്സനുൽ ഫറജ്. കല്യാണപ്രായം എത്തിക്കഴിഞ്ഞാൽ കല്യാണം കഴിക്കണം. എന്തിനാണെന്നറിയോ? കണ്ണിന്റെ കട്ടുനോട്ടത്തെ ഇല്ലാതാക്കാൻ, നമ്മുടെ
രഹസ്യാവയവത്തിന്റെ തോന്നിവാസങ്ങൾ രക്ഷപ്പെടാൻ, അഥവാ തെറ്റായ മാർഗത്തിൽ നമ്മുടെ ജീവിതം എത്തിപ്പെടാതിരിക്കാൻ നിന്റെ ജീവിതത്തിലേക്ക്, പെണ്ണിന്റെ ജീവിതത്തിലേക്ക്, ആണിന്റെ ജീവിതത്തിലേക്ക് ഒരു ഇണയായി കടന്നു വരണം. അതിനാണ് നിക്കാഹ് എന്ന് പറയുന്നത്. ഒരു നിക്കാഹിലൂടെ നമ്മൾ ഒന്നായാൽ നമുക്ക് ഒന്നായിട്ട് നടക്കാം, ഒന്നായിട്ടിരിക്കാം, ഒന്നായിട്ട് കിടക്കാം, ഒന്നായിട്ട് താമസിക്കാം. ആരും പരാതി പറയില്ല, ആരും ചോദിക്കാൻ വരില്ല, ആരും നമ്മളെ കുറിച്ച് ഒന്നും മോശമായിട്ട് പറയില്ല. നിക്കാഹില്ലാതെ ഒരു പെണ്ണുമായി താമസിച്ചാൽ ഒരുപാട് കേൾക്കേണ്ടി വരും. മനസ്സമാധാനം ഉണ്ടാവുകയില്ല, ശാന്തതയുണ്ടാകുകയില്ല, സന്തോഷമുണ്ടാകുകയില്ല. അതുകൊണ്ട് നീ ഇഷ്ടപ്പെട്ട പെണ്ണിനെ അവരുടെ അവകാശമാകുന്ന മഹ്ർ അങ്ങോട്ട് കൊടുത്തുകൊണ്ട് വലിയിൽ നിന്ന് നീ എന്ത് ചെയ്യണം? ഏറ്റെടുക്കണം എന്ന് പറഞ്ഞു. അതാണ് നിക്കാഹ്. അങ്ങനെ നിക്കാഹ് ചെയ്തിട്ട് സന്തോഷത്തോടു കൂടി ജീവിക്കാൻ നമുക്ക് കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നോക്കൂ നിങ്ങൾ, ഇനി നിക്കാഹ് കഴിക്കാതെ ജീവിക്കാൻ പറ്റുമോ? നല്ല മറുപടി റസൂൽ പറയുന്നുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, പ്രവാചകന്മാരെല്ലാവരും കല്യാണം കഴിച്ചവരാണ്. വലഖദ് അർസൽനാ റസൂലൻ മിൻ ഖബ്ലിക് വജഅൽനാ ലഹും അസ്വാജൻ ദുർരിയ്യ. എല്ലാ ദൂതന്മാരും വലഖദ് അർസൽനാ റസൂലൻ മിൻ ഖബ്ലിക്, താങ്കൾക്ക് മുമ്പ് വന്ന ദൂതന്മാരും അവർക്കൊക്കെ ഇണകൾ ഉണ്ടായിരുന്നു, ഇണയോടുകൂടെ ജീവിച്ചവരായിരുന്നു അവർ എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ബോധ്യപ്പെടുത്തുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നിട്ട് ഒരാൾ പറഞ്ഞു, എന്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്ക് വന്നിട്ട് പറയാണ്, ഞാന് കല്യാണം കഴിക്കുന്നില്ല, ഇബാദത്തിൽ കഴിഞ്ഞുകൂടുകയാണ്. മൂന്നാളുകൾ വന്നിട്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒരാൾ പറഞ്ഞത്, ഞാൻ രാത്രി മുഴുവൻ നമസ്കരിക്കാൻ പോവാണ്, ഞാൻ കല്യാണമേ കഴിക്കുന്നില്ല. ഈ രൂപത്തിലുള്ള വാദങ്ങൾ പറഞ്ഞ ആ വിഷയത്തെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ വിളിച്ചു. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, മാ ബലൽ അഖ്വാം ഖാലു കദാ വകദാ ലാകിന്നി ഉസല്ലി വഅനാമു വഅസൂമു വഅഫ്തിറു വഅതസവ്വജു നിസാ. ഒരാൾ പറഞ്ഞു, ഞാൻ എല്ലാ ദിവസവും നോമ്പെടുക്കും. ഒരാൾ പറഞ്ഞു കല്യാണം കഴിക്കൂല. ഒരാൾ പറഞ്ഞു ഞാൻ ഉറങ്ങൂല. അല്ലാഹുവിന്റെ റസൂൽ എന്താ പറഞ്ഞത്? വ അനാമു എന്നാ പറഞ്ഞത്, ഞാൻ ഉറങ്ങാറുണ്ട്, ഞാൻ ഉറങ്ങും. അതേപോലെ തന്നെ ഉസല്ലി, ഞാൻ നിസ്കരിക്കുന്നുണ്ട്. അതേപോലെ ഞാൻ നോമ്പെടുക്കാറുണ്ട്, എടുക്കാത്തതുണ്ട്. അതേപോലെ ഞാൻ സ്ത്രീകളെ കല്യാണം കഴിച്ചിട്ടുണ്ട്. എന്നിട്ട് റസൂൽ പറയണ എന്താ? ഫമൻ റഗിബ അൻ സുന്നതി ഫലൈസ മിന്നി, എന്റെ ഈ സുന്നത്തിനെ നിരാകരിച്ചാൽ അവൻ എന്നിൽപ്പെട്ടവനല്ല. അപ്പൊ ഒരാള് ഇബാദത്തിന് വേണ്ടി വിവാഹം വേണ്ടാന്ന് വെച്ചു, അല്ലെങ്കിൽ അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടി വിവാഹം വേണ്ടെന്ന് വെച്ചാൽ ഒരു സുന്നത്തിനെ നിരാകരിച്ചു. അങ്ങനെ നിരാകരിച്ചാൽ അള്ളാഹുവിന്റെ അനുയായികളിൽ പെട്ടവനല്ല അവൻ എന്ന് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മനസ്സിലായില്ലേ? അപ്പൊ നമ്മുടെ മനസ്സിന് ശാന്തത കിട്ടാൻ, ലിതസ്കുനു ഇലൈഹ, സമാധാനത്തോടുകൂടെ ജീവിക്കാൻ, പരസ്പരം മിണ്ടിയും പറഞ്ഞു ജീവിക്കാൻ, നമ്മുടെ സുഖദുഃഖങ്ങളെ പങ്കുവെക്കാൻ നമുക്കൊരു ഇണ ആവശ്യമാണ്. പ്രായപൂർത്തിയായാൽ അത് നമ്മുടെ മനസ്സ് ആഗ്രഹിക്കും, ആണ് പെണ്ണിനെയും പെണ്ണാണിനെയും. അതുകൊണ്ട് സമയമായി കഴിഞ്ഞാൽ പെട്ടെന്ന് കല്യാണം കഴിക്കണം, ദീർഘിപ്പിക്കാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ഇനി ഈ വിവാഹം എങ്ങനെ ആയിരിക്കണം? കഴിഞ്ഞ ദിവസം ഞാനൊരു വാർത്ത വായിച്ചു, അല്ലാഹു പുറത്തെടുക്കട്ടെ. പല മാമാങ്കങ്ങളും നമ്മുടെ ഇസ്ലാമിക സമൂഹത്തിൽ നടക്കുന്നുണ്ട്. ഒരു സ്റ്റേജിന്റെ നടുവിൽ നിന്ന്, താഴ്ഭാഗത്ത് നിന്ന് നിറയെ പുകയാണ്. ആ പുകക്ക് നടുവിലൂടെ വെള്ള വസ്ത്രം അണിഞ്ഞുകൊണ്ട് ഒരു പെൺകുട്ടിയെ പുറകിൽ നിന്നൊരു ക്രെയിന്റെ അതിന്റെ നൂലിൽ കെട്ടി ഇങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ വലിക്കുകയാണ്. ക്യാമറ കണ്ണുകൾ 4 ഭാഗത്തു നിന്നും അടിച്ചുകൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് ആ റോപ്പ് പൊട്ടി താഴോട്ട്.
മണിയറ എന്തായി? ഖബറായിട്ട് മാറി. എന്തെല്ലാം സ്വപ്നങ്ങൾ അന്നത്തെ പകല് കഴിഞ്ഞ് രണ്ടുപേരും ഒത്തുകൂടുമ്പോ പറയേണ്ടുന്ന വാക്കുകൾ അവരുടെ മനസ്സിൽ ഉണ്ടായിരുന്നു. അന്ന് അവർ ഒരുമിക്കുമ്പോഴുണ്ടാകുന്ന അവരുടെ സ്വപ്നങ്ങൾ ഒരുപാട് അവരുടെ മനസ്സിൽ ഉണ്ടായിരുന്നു. എല്ലാ സ്വപ്നങ്ങളും അവരുടെ എല്ലാ ആഗ്രഹങ്ങളും ആ ഒരൊറ്റ വിഷയത്തിലൂടെ ഇല്ലാതെയായി. അന്ന് മണിയറയിലേക്ക് പോകേണ്ടുന്ന പെൺകുട്ടി മയ്യിത്തായി അവസാനം ഖബറിലേക്ക് പോകേണ്ടി വന്നു. ആരാണ് മരണത്തിന്റെ ഉത്തരവാദി? സമൂഹമാണ് അതിന്റെ ഉത്തരവാദി. മനസ്സിലായില്ലേ? നിക്കാഹ് ഒരു കർമ്മമാണ്. നിക്കാഹ് ഒരു കർമ്മമാണ്. അത് ആർഭാടം കാണിക്കാനുള്ളതല്ല, അട്ടഹാസം കാണിക്കാനുള്ളതല്ല, അഹങ്കാരം കാണിക്കാനുള്ളതല്ല, അവനവന്റെ ആ സാമ്പത്തിക ശേഷി കാണിക്കാനുള്ളതല്ല. അത് വളരെ ലളിതമായി അള്ളാഹുവിന്റെ പ്രതിഫലം കിട്ടുന്ന രൂപത്തിൽ ഹബീബായ റസൂല് പറഞ്ഞതുപോലെ ആ നിക്കാഹിന്റെ പൂർണ്ണമായ പ്രതിഫലം കിട്ടുന്ന അതേ രീതിയിൽ നടത്താൻ അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചു. നമ്മളതൊക്കെ മറന്നുപോയിട്ടുണ്ട്. നമ്മുടെ വിവാഹങ്ങൾ പലതും പേക്കൂത്തുകളായിട്ട് മാറിയിട്ടുണ്ട്. അതെന്ന് കുറെ ചെറുപ്പക്കാരുടെ കൈകളിലായിട്ട് മാറിയിട്ടുണ്ട്. ആനപ്പുറത്തും കുതിരപ്പുറത്തും അതുപോലെ തന്നെ JCBയിലും ഒക്കെ ആളുകളെ കൊണ്ടുവരുന്ന വൃത്തികെട്ട ഏർപ്പാടായി മാറിയിട്ടുണ്ട്. എതിർക്കപ്പെടേണ്ടത് മനുഷ്യരെ നമ്മളാണ്. പിതാവായിരിക്കണം, പെൺകുട്ടിയുടെ ബാപ്പയായിരിക്കണം, ആൺകുട്ടിയുടെ ബാപ്പയായിരിക്കണം, കുടുംബങ്ങളായിരിക്കണം. കല്യാണം തീരുമാനിച്ചാൽ തീരുമാനമെടുക്കണം. ഇസ്ലാമിൻ്റെതല്ലാത്തതൊന്നും എന്റെ വീട്ടിൽ നടക്കാൻ പാടില്ല. അത് നടത്താൻ വരുന്നവരുണ്ടെങ്കിൽ ആർജവത്തോടുകൂടെ അവരുടെ മുന്നിൽ പറയാൻ കഴിയണം, അതെന്റെ വീട്ടിൽ നടക്കുകയില്ല എന്ന്. അതിന്റെ പേരിൽ ബന്ധങ്ങൾ മുറിയേണ്ടി വന്നാലും ഭയപ്പെടേണ്ടത് സമുദായത്തെയല്ല, സമൂഹത്തെയല്ല, ചെറുപ്പക്കാരെയല്ല, റബ്ബുൽ ഇസ്സത്തിനെയാണ്. നാളെ മരിച്ച് ഖബറിലേക്ക് പോകുമ്പോ ഈ റബ്ബിന്റെ മുന്നിലേക്കാണ് പോകേണ്ടത് എന്ന ഉത്തമ ബോധം മുസ്ലിമായ ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിച്ച് നമുക്കുണ്ടായിരിക്കണം. അത് ഹറാമ് ചെയ്യാനുള്ള വേളയല്ല നിക്കാഹ്. വേറെ ചില ആൾക്കാരുണ്ട്, ഖുതുബക്ക് വിളിക്കും, അന്തസ്സായിട്ട് മലയാളത്തിൽ ഖുതുബൊക്കെ നടത്തും. എന്നിട്ട് ആ സ്റ്റേജിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ അപ്പുറത്ത് എന്താണ്? മനോഹരമായ ഡാൻസാണ്, ആണും പെണ്ണും കൂടിക്കലർന്ന ഡാൻസാണ്. ഇത് പറഞ്ഞാൽ തീവ്രവാദിയായി. ഇത് പറയാൻ പാടില്ല. ഇപ്പൊ അത് നമ്മളല്ലാത്ത ആളുകൾ പറയാൻ തുടങ്ങി. എന്തിനാ ഇത് പറയുന്നത്? ഉമ്മമാരെ നിങ്ങൾ അപകടത്തിൽ പെടാതിരിക്കാൻ, സഹോദരിമാരെ നിങ്ങൾ അപകടത്തിൽ പെടാതിരിക്കാൻ, നമ്മുടെ സംസ്കാരം നഷ്ടപ്പെടാതിരിക്കാൻ, നമ്മുടെ ദീന് നഷ്ടപ്പെടാതിരിക്കാൻ, നമ്മുടെ ഈമാൻ നഷ്ടപ്പെടാതിരിക്കാൻ, ഉളുപ്പില്ലാതെ ലജ്ജയില്ലാതെ അന്യ പുരുഷന്മാരുടെ മുന്നിൽ തന്റെ ശരീരത്തിന്റെ മാംസളമായ ഭാഗങ്ങൾ ഇളക്കി ആടി തിമിർക്കുന്ന സ്ത്രീകളെ കാണാൻ നമുക്ക് കല്യാണ വേളകളിൽ. ആരാണ് അനുവദിച്ചത്? ഇറങ്ങിപ്പോകാൻ പറയണം. അവിടെയാണ് ഈമാൻ കാണിക്കേണ്ടത്. നിർത്താൻ പറയണം. അവിടെയാണ് ഈമാൻ കാണിക്കേണ്ടത്. എന്നാലേ റബ്ബിന്റെ അനുഗ്രഹം ഉണ്ടാവുള്ളൂ. ആരൊന്നും പറയില്ല. നമ്മളെ വീട്ടിൽ നമ്മളാണ് കല്യാണം നടത്തുന്നതെങ്കിൽ അതിന്റെ കടിഞ്ഞാൺ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. കാരണം ആയത്ത് എന്താണെന്നറിയോ? അല്ലാഹുവിന്റെ ദൃഷ്ടാന്തമാണ് നമ്മളെ സൃഷ്ടിച്ചു എന്നത്. അത് അത്ഭുതമാണ്. എന്നിട്ട് നമ്മളിൽ നിന്നുള്ള ഇണ എവിടെയോ കിടക്കുന്ന ഒരു പെൺകുട്ടിയെ നമ്മൾ അവിടെ ചെന്ന് കണ്ടു, ഇഷ്ടപ്പെട്ടു. രണ്ട് കുടുംബങ്ങൾ, രണ്ട് തറവാടുകൾ, രണ്ട് മഹല്ലുകൾ, രണ്ട് വ്യത്യസ്തമായ സംസ്കാരങ്ങൾ, അതൊരു നിക്കാഹിലൂടെ ഒന്നിക്കുകയാണ്. വമിൻ ആയാതിഹി, അത് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ്. ആ ആയാത്തിനെയാണ് നമ്മൾ അവിടെ വെച്ചുകൊണ്ട് ഇല്ലാതെയാക്കുന്നത്, അഹങ്കാരം കൊണ്ട് ഇല്ലാതാക്കുന്നത്. മുസൽമാൻ ഉണരണം, മുസൽമാൻ ഉണരണം. പലതും അന്ന് നടക്കുന്നുണ്ട്. നിസ്കാരം പോലും ഇല്ലാതാകും അന്ന് ആർപ്പുവിളികളുടെ കാരണത്താൽ. മറന്നു പോവാൻ. ഹയ്യാലസ്സലാം എന്ന് വിളിക്കുമ്പോൾ മറുപടി പറയാൻ കല്യാണ വീട്ടിൽ എത്ര പേര് തയ്യാറാകാറുണ്ട്? പുതുവെണ്ണിന്റെ വീട്ടുകാരോ പുതുവെണ്ണോ, അതുപോലെ പുതിയാപ്പിളയോ പുതിയാപ്പിളയുടെ വീട്ടുകാരോ, എല്ലാവരും മറക്കും. അന്നല്ലേ എന്നും ആ ഒരു ഓർമ്മയുണ്ടാകണം. അത് കല്യാണത്തിന്റെ മുമ്പ് നമ്മുടെ വീട്ടിൽ കല്യാണം കഴിച്ചയപ്പിക്കുന്ന പെണ്ണിനോടും ആണിനോടും ബാപ്പയും ഉമ്മയും പറയണം, മോനെ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കുകയാണ്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ജീവിതത്തെ നയിക്കേണ്ടത് മോന്.
ഇനി ജീവിതത്തിന്റെ കടിഞ്ഞാണ് അതിന്റെ കപ്പിത്താൻ മോനെ നീയാണ്. അതുകൊണ്ട് ഇന്ന രൂപത്തിൽ അതിനെ കൊണ്ട് നടക്കണം. മോനെ, നിസ്കാരം മറക്കരുതിട്ടോ, ദീന് മറക്കരുതിട്ടോ, ഖുർആന് മറക്കരുതിട്ടോ, അള്ളാഹനെ മറക്കരുതിട്ടോ എന്ന് പറയാൻ ഒരു പിതാവിനും മാതാവിനും കഴിയണം. പെൺകുട്ടിയോട് പറയണം, മോളെ, ഭർത്താവിനെ അനുസരിക്കുന്ന, ഭർത്താവിനെ ഉൾക്കൊണ്ടുകൊണ്ട് ആ ഭർത്താവിനെ സ്നേഹിച്ച് ആ ഭർത്താവിനെ കൂടെ നിർത്തി മോളെ അവരുടെ കൂടെ ജീവിക്കാൻ മോൾക്ക് കഴിയണം. ഭർത്താവിനെ മതപരമായുള്ള ബോധത്തിലേക്ക് കൊണ്ടുവരേണ്ടത് മോളെ നിന്റെ കടമയാണ്. മോളെ, ഒരു കുടുംബത്തിന്റെ വിളക്ക് നീയാണ്. വിളക്കായി, അത് അണഞ്ഞു പോകാത്ത വിളക്കായി ആ കുടുംബത്തിലേക്ക് നീ എത്തണം മോളെ എന്നൊരു മാതാവ് പറഞ്ഞു കൊടുക്കണം. പറഞ്ഞു കൊടുക്കാറുണ്ടോ ഏതെങ്കിലും മാതാക്കള്, ഏതെങ്കിലും പിതാക്കള് ഉണ്ടോ? മനസ്സുകൊണ്ട് ചിന്തിക്കുക നിങ്ങൾ. അങ്ങനെ ഒരു ക്ലാസ് നമ്മുടെ വീട്ടിൽ നിന്ന് കൊടുക്കാറുണ്ടോ? കല്യാണത്തിന്റെ 2 ദിവസം മുമ്പ്, തലേ ദിവസം പരസ്പരം കണ്ടാൽ രണ്ടുപേരും തലയിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കണമെന്ന് ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ലേ? ആ പ്രാർത്ഥനയെങ്കിലും നമ്മുടെ മക്കൾക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കാറുണ്ടോ? അതുകൊണ്ടാണ് ഇപ്പൊ പ്രശ്നങ്ങള്. ജീവിതത്തെ കുറിച്ചറിയാത്തത് കൊണ്ട് കോടതി വരാന്തകളിൽ വിവാഹ ബന്ധങ്ങളെ ഇല്ലാതാക്കാൻ എത്ര ഫയലുകളാണ്, കേസ് കെട്ടുകളാണ്. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. മരണം വരെ സ്നേഹത്തോടുകൂടെ കഴിയാൻ പറ്റും. മരണം വരെ പറ്റും. ഖദീജ ബീവിയെ കുറിച്ച് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞതുപോലെ, എന്റെ ജീവിതത്തിലെ എന്റെ സ്നേഹവും എന്റെ വാത്സല്യവും എന്റെ സംരക്ഷണവും ഏറ്റെടുത്ത എന്റെ ഖദീജ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വല്ലാത്ത വികാരമായിരുന്നു ഖദീജ റളിയല്ലാഹു അൻഹ. മനസ്സിലായില്ലേ? 2 വിവാഹം കഴിച്ച ഖദീജ ബീവിയെ അള്ളാഹുവിന്റെ റസൂൽ റസൂലുള്ളാഹിന്റെ ആദ്യ വിവാഹം, ആ വിവാഹത്തിലേക്ക് ഇണയായി കൂട്ടിക്കൊണ്ടുവരുമ്പോ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ആ റസൂലുള്ളാഹിനെ ഇണയായി സ്വീകരിച്ചു മരണം വരെ ഏറ്റവും നല്ല രീതിയിൽ അങ്ങ് സ്വീകരിക്കുകയായിരുന്നു. അതാ പഠിക്കേണ്ടത്, അതാ കാണേണ്ടത്. അത് പഠിച്ചാൽ അവിടെ ഒരു ചരിത്രം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അതായത് ഇന്ന് കാണുന്ന റീലുകളും ഇന്ന് കാണുന്ന വീഡിയോകളും അതിന്റെ പിന്നാലെ പോയാൽ നമ്മുടെ ജീവിതം തകർന്ന് തരിപ്പണമായി പോകും. പാപ്പാന്റെ ഉമ്മാന്റെ കണ്ണുനീര് കാണേണ്ടി വരും, അവിടേക്ക് കയറിപ്പോകേണ്ടി വരും, കുടുംബത്തെ അനാഥകളെ പോലെ ഒറ്റപ്പെട്ട് കഴിയേണ്ടി വരും. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് വിവാഹം അലങ്കോലമാക്കരുത്. അതുപോലെ തന്നെ ആർപ്പ് വിളികളും മട്ടഹാസങ്ങളും ആക്കി മാറ്റരുത്. നമ്മുടെ മഹല്ലുകൾ ഉണരണം. അങ്ങനെയുള്ള കല്യാണങ്ങളിലേക്ക്, അതിന്റെ നേതൃത്വത്തിലേക്ക് നമ്മുടെ ഉസ്താദുമാർ, ബഹുമാന്യരായ ഉസ്താദുമാർ നേതൃത്വം കൊടുക്കാൻ പോവരുത്. ഞങ്ങൾ വരില്ല, നിങ്ങൾ നടത്തിക്കോ എന്ന് പറയണം. പക്ഷെ കഴിയുന്നില്ല. മഹല്ലുകൾ തീരുമാനമെടുക്കണം ഈ തോന്നിവാസങ്ങൾക്കെതിരെ. അൽഹംദുലില്ലാഹ് പല മഹല്ലുകളിലും അത് തീരുമാനമെടുത്തിട്ടുണ്ട്. അതുപോലെ തീരുമാനമെടുക്കാൻ കഴിയണം. ഇസ്ലാമിക വിരുദ്ധമായ വൈവാഹിക വേളയിലെ ചോറനിക്ക് വേണ്ട എന്ന് പറയാനുള്ള ആർജവം നമുക്കുണ്ടാവണം. അങ്ങനെ മനസ്സിലാകും. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ വീടുകളിലും അങ്ങനെ നടക്കുന്നുണ്ടെങ്കിൽ അത് കൃത്യമായി ഇസ്ലാമിക വീക്ഷണത്തിൽ നല്ല വൃത്തിയായിട്ട് നിക്കാഹ് നടത്തുക. ആ നിക്കാഹ് എന്ന കർമ്മം നമസ്കാരം പോലെ, നോമ്പ് പോലെ അള്ളാഹു നമുക്ക് കൽപ്പിച്ചിട്ടുള്ള കർമ്മത്തെ അതേ രൂപത്തിൽ നടത്തി, അതേപോലെ വലീമ കൊടുത്ത്, അതേപോലെ തന്നെ വരൻ തന്റെ ഇണക്ക് കൊടുക്കുന്ന സമ്മാനമാകുന്ന മഹർ കൊടുത്ത് തന്റെ വലിയ മകളെ ഏൽപ്പിക്കുമ്പോൾ നിങ്ങൾ എത്ര വേദനയോടുകൂടിയാണ് ഒരു പിതാവ് ആ മകനെ ഏൽപ്പിക്കുന്നത്. എൻ്റെ മകളെ താങ്കൾക്ക് ഇണയായി തുണയായി നൽകുക എന്ന് പറയുമ്പോ ആ പിതാവ് പറയുന്നുണ്ട്, ഇത്രയും കാലം രാജകുമാരിയെ പോലെ ഞാൻ നോക്കിയതാണ് സ്നേഹം കൊടുത്തുകൊണ്ട്. അതുകൊണ്ട് അവളെ കൊണ്ടുപോയി ഒരു വേലക്കാരിയാക്കല്ലേ. അവളെ കൊണ്ടുപോയി ഞാൻ കൊടുത്തതുപോലെ സ്നേഹവും വാത്സല്യവും കൊടുത്ത് ചേർത്ത് പിടിച്ച് നിന്റെ ജീവിതത്തിനോട് ചേർത്ത് പിടിച്ച് ഇണയായി നീ സ്വീകരിക്കണേ എന്ന് ആ പിതാവ് പറയാതെ പറഞ്ഞു പോകുന്നുണ്ട്. ആ പറയുന്ന വാക്കുകളുടെ വിശാലത അവിടെയാണ് പറയുന്നത്. ഞാൻ സ്വീകരിച്ചിരിക്കുന്നു ഉപ്പ,
നിങ്ങൾ തന്നിരിക്കുന്ന ഈ അമാനത്തിനെ, നിങ്ങളുടെ മകളെ, നിങ്ങളുടെ ആ രാജകുമാരിയെ ഇണയായി, തുണയായി എന്റെ സന്തോഷത്തിലേക്ക്, എന്റെ ആഹ്ലാദത്തിലേക്ക്, എന്റെ ജീവിതത്തിലേക്ക് ഞാൻ സ്വീകരിച്ചു ഉപ്പ. കഴിയുന്നത്ര വേദനിപ്പിക്കാതെ അവളെ സംരക്ഷിക്കാൻ ഞാൻ തയ്യാറാണ് ഉപ്പ. അതാണ് ഖബിൽതു എന്ന് പറയുന്നതിന്റെ എക്സ്പ്ലനേഷൻ. അത് പറഞ്ഞാൽ അത് കരാറാണ്, അത് തെറ്റിക്കാൻ പാടില്ല. ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നല്ല രീതിയിൽ പറഞ്ഞു മനസ്സിലാക്കി കൊണ്ടുനടക്കാൻ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്. നിസ്സാര പ്രശ്നങ്ങൾക്ക് എൻ്റെ വീട്ടിൽ പോയിന്നോ എൻ്റെ വീട്ടിൽ പോയിന്നോ എനിക്ക് എന്നെ വേണ്ട, പരിപാടി പറ്റൂലെന്ന് തിരുത്തണം. പിഴവുകൾ ഉണ്ടാകും, പോരായ്മകൾ ഉണ്ടാകും. അത് സ്നേഹത്തോടുകൂടെ പറഞ്ഞു തിരുത്താൻ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു. ആ രീതിയിൽ ഇൻഷാ അല്ലാഹ് കല്യാണങ്ങൾ നടക്കട്ടെ, ആ രീതിയിൽ വിവാഹങ്ങൾ നടക്കട്ടെ. അള്ളാഹുവിന്റെ തൃപ്തി ഉണ്ടെങ്കിൽ മനോഹരമായ കുടുംബം നമുക്ക് കെട്ടിപ്പടുത്തുയർത്താൻ പറ്റും. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനെ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد أوصيكم ثانيا بتقوى الله. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുന്നത്. വിശ്വാസികളെ, നമുക്കൊരു സെക്കൻഡ് പോലും ഒരു നിലക്കും അഹങ്കരിക്കാൻ കഴിയില്ല. ഒരു നിലക്കും. വരാനിരിക്കുന്ന സമയങ്ങളിൽ നമ്മൾ നേരിടേണ്ടുന്ന പരീക്ഷണങ്ങൾ എന്താണെന്ന് നമുക്കറിയില്ല. അള്ളാഹു നൽകിയതെല്ലാം അള്ളാഹു തിരിച്ചെടുക്കും. ഇന്ന് ഈ മിമ്പറിലേക്ക് കയറുന്നതിന് മുമ്പ് ഒരു 40 വയസ്സുകാരന് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞു. അത് പറയുമ്പോൾ വളരെ നിസാരമായി തോന്നിയൊരു വിഷയം. ഇന്ന് ഈ മിമ്പറിൽ ഖുതുബ പറയുന്ന സമയത്ത് ആ 40കാരൻ വെന്റിലേറ്ററിലാണ്. ബൈക്കിൽ നിന്ന് വീണ് ചെറിയൊരു മുറിവ്, അതേ ഉണ്ടായുള്ളൂ. പക്ഷെ പിന്നീട് ആ പഴുപ്പ് കയറി ഇപ്പോ ഓക്സിജൻ അത് കൊടുക്കേണ്ടുന്ന അളവിൽ, ഡോക്ടർമാർ കൊടുക്കാൻ പറയുന്ന അളവിൽ കൊടുക്കാൻ പറ്റാതെ 100-ന് താഴെ ഓക്സിജൻ മാത്രമാണ് ആ ശരീരത്തിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്നത് എന്ന്. ഹാർട്ടിലേക്ക് പമ്പ് ചെയ്യുന്ന നെർവുകൾക്ക് കേടുപാട് പറ്റി, അതിലേക്ക് പിന്നെ ഇൻഫെക്ഷൻ കയറി വല്ലാത്ത പ്രയാസമുണ്ടായി എന്നാണ്. എങ്ങനെ? കാലിൽ പറ്റിയ മുറിവ് മുകളിലോട്ട് കയറി ഉദരത്തിന്റെ മുകളിൽ നെഞ്ചിന്റെ താഴേക്ക് കയറി അപകടകരമാകുന്ന അവസ്ഥയിലേക്ക് മാറി. 40 വയസ്സുകാരൻ വെന്റിലേറ്ററിൽ. 2-3 കുട്ടികൾ കാത്തിരിക്കുകയാണ് ഉപ്പാന്റെ ജീവന് വേണ്ടി. ഇണ കാത്തിരിക്കുകയാണ് ഉപ്പാന്റെ ജീവന് വേണ്ടി. മാതാപിതാക്കൾ കാത്തിരിക്കുകയാണ് ഉപ്പാന്റെ ജീവന് വേണ്ടി. കുടുംബക്കാർ കാത്തിരിക്കുകയാണ് ഉപ്പാന്റെ ജീവന് വേണ്ടി. സഹോദരങ്ങൾ, അതുപോലൊക്കെ തന്നെയാണ് നമ്മളും. എങ്ങനെ അഹങ്കരിക്കാൻ പറ്റും? അതുകൊണ്ടാ പറഞ്ഞത്, നമ്മൾ വിനയാന്വിതരായി, നല്ലവരായി, അള്ളാഹുവിന്റെ മുന്നിൽ എന്നും ഒരു മുസ്ലിമായി, സംസ്കാരമുള്ളവനായി, കീഴൊതുങ്ങിയവനായി ജീവിക്കാൻ പഠിച്ചാൽ ഏത് സമയത്ത് റബ്ബിന്റെ വിളി വന്നാലും മുസ്ലിമായി നെറ്റിത്തടം ഉയർത്തുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് സ്വന്തമായി പറഞ്ഞു മരിക്കാനുള്ള അവസരം പടച്ചോൻ നമുക്ക് തരും. അതല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നത്. അതിനാണ് ഈ വിളിക്കുന്നത്, അതിനാണ് ഈ പറയുന്നത്. നമ്മൾ കൈവിട്ടു പോകുന്ന ഓരോ സെക്കൻഡുകളും നമുക്ക് തിരിച്ചു കിട്ടാത്തതാണെന്ന ഉത്തമ ബോധം നമുക്കുണ്ടാകണം. അതുകൊണ്ട് സഹോദരങ്ങളെ, ശരിക്കും ശ്രദ്ധിച്ചോ. ഹറാമുകളിൽ നിന്ന് പരമാവധി വിട്ടുനിൽക്കാൻ, തോന്നിവാസങ്ങളിൽ നിന്ന് പരമാവധി വിട്ടുനിൽക്കാൻ, പരമാവധി നന്മ, എത്ര ചെറിയ നന്മയാകട്ടെ, ഒരാളോട് മുഖത്ത് നോക്കി ചിരിച്ചുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് പറഞ്ഞോ, എത്രയോ നന്മയാണത് അള്ളാഹുവിന്റെ മുന്നിൽ രേഖപ്പെടുത്തുന്നത്. അത് നിസ്സാരമല്ല. അങ്ങനെ ഓരോന്നും. ഒരാൾക്കൊന്ന് എണീക്കാൻ കൈ പിടിച്ചു കൊടുക്കേണ്ടി വന്നാൽ തന്റെ കൈ ഒന്ന് നീട്ടിക്കൊടുത്താൽ അതിന് കാരുണ്യമുണ്ട്, അത് റഹ്മത്താണ്. അള്ളാഹുവിന്റെ പുണ്യം അതിനുണ്ട്. വലിയ പ്രതിഫലമായി നാളെ ആഖിറത്തിലെ നമ്മുടെ കിതാബിൽ അതുണ്ടാകും. ഒന്നും വിട്ടുപോവുകയില്ല. ഒന്നും, ചെറുതും വലുതുമായതൊന്നും വിട്ടുപോകാതെ കിതാബിലുണ്ടാകും അത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ നിലക്ക് നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ നമ്മൾ തയ്യാറാവുക. നന്മകൾ വർദ്ധിപ്പിക്കാൻ നമ്മൾ തയ്യാറാവുക.
തിന്മകളെ പരമാവധി ഓരോ ദിവസവും അനലൈസ് ചെയ്യുക. അല്ലാഹുവേ, ഇന്നിന്റെ പകൽ, ഇന്നിന്റെ രാത്രി എന്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചിട്ടുണ്ട് റബ്ബേ, ഹറാമുകൾ എത്ര, അല്ലാഹുവേ നന്മകൾ എത്ര എന്ന് ആലോചിച്ച് അസ്തഗ്ഫിറുല്ലാഹ്, പൊറുക്കണേ റബ്ബേ, അറിയാതെ വന്നുപോയത് പലതുമുണ്ട് അല്ലാഹ്. അല്ലാഹുവേ, അവസ്ഥയിൽ എന്നെ നീ മരിപ്പിക്കില്ല റബ്ബേ. ഗഫാറായ തവ്വാബായ റഹ്മാനായ അല്ലാഹുവേ, പൊറുക്കണേ റഹ്മാനെ. അതേ ടേമിൽ മാറ്റിവെക്കാതെ നീട്ടിവെക്കാതെ അല്ലാഹുവിലേക്ക് മടങ്ങാൻ നമുക്ക് കഴിയണം. അല്ലാഹു അതിനെ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, പഠിക്കാൻ തയ്യാറാവുക. അൽഹംദുലില്ലാഹ്, എല്ലാ വെള്ളിയാഴ്ചയും ഖുർആൻ ക്ലാസ് ഉണ്ട് ഇവിടെ. കഴിയുന്നത്ര ആളുകൾ 11:30 മണിക്ക് നടക്കുന്ന ഖുർആൻ ക്ലാസ്സിൽ 1 മണിക്കൂർ നേരത്തെ ഒന്ന് വന്നിരുന്നാൽ ഇന്ന് മനോഹരമായ സൂറത്തുൽ ഹജ്ജിലെ 4-5 ആയത്തുകൾ ഇവിടെ വിശദീകരിച്ചു. നമ്മുടെയൊക്കെ ജനനത്തിന്റെ ആ ആയത്തൊന്ന് നിങ്ങളൊന്ന് പോയി നോക്കുന്ന വീട്ടിൽ, സൂറത്തുൽ ഹജ്ജിലെ ആ ആയത്ത് നമ്മുടെ ജനനത്തിന്റെ ഓരോ ഘട്ടവും എന്ന് പറയുന്നുണ്ട്. അങ്ങനെ വന്നവരാണ് നമ്മൾ. ഒരു ഇന്ദ്രിയത്തുള്ളിയെ രക്തക്കട്ടയാക്കി മാംസപിണ്ഡമാക്കി രൂപമുണ്ടാക്കി പുറത്തേക്ക് കൃത്യമായ ഇലാജലി മുസമ്മ, വ്യക്തമായ ഒരു സമയത്തിൽ നിന്ന് ഒരു കുട്ടിയായി അല്ലാഹു പുറത്തേക്ക് കൊണ്ടുവരുമ്പോ 2 കണ്ണുകളുള്ള, 2 കാതുകളുള്ള, 2 അതരങ്ങളുള്ള, തലച്ചോറുള്ള, 2 കരങ്ങളുള്ള, 2 കാലുകളുള്ള ഒരു രൂപമായി മനോഹരമായ ഒരു കുട്ടിയായി മനുഷ്യനായി പുറത്തേക്ക് വരുമ്പോ പ്രിയമുള്ളവരെ, അതിന്റെ പിന്നിൽ അത്ഭുതകരമായി ഉണ്ടായ സൃഷ്ടിപ്പിനെ കുറിച്ച് ചിന്തിക്കുമ്പോ സുബ്ഹാനല്ലാഹ് എന്ന് നമ്മുടെ മനസ്സ് പറയാതെ പറഞ്ഞു പോകും. ഉറപ്പാണ്, അങ്ങനെ ഉണ്ടായത്. നമ്മള് ആ റബ്ബിനെ മറന്നാൽ നമ്മളെക്കാൾ വലിയ അക്രമി പിന്നെ ആരാള്? അത് ഖുർആൻ ചോദിക്കുന്നുണ്ട്. അതുകൊണ്ടാ പറയുന്നത്, പഠിക്കാൻ വരെയും ഖുർആൻ പഠിക്കും, ഹദീസ് പഠിക്ക്. അപ്പൊ നമ്മുടെ മനസ്സിന് വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അതുകൊണ്ട് വിളിക്കണം നിങ്ങളെ. കല്യാണത്തിന് ക്ഷണിക്കുന്നത് പോലെ അല്ല, ഇത് സ്വർഗത്തിലേക്കുള്ള വിളിയാണ്. ഇത് നാളെ പരലോകത്ത് വിജയത്തിലേക്കുള്ള വിളിയാണ്. ഈ ചുറ്റുഭാഗത്ത് ഇനിയും ചെറുപ്പക്കാരുണ്ട്, വലിയവരുണ്ട്. ഈ പള്ളിയുടെ ചുറ്റുപാടുള്ള ആളുകളെ എനിക്കറിയാം, വ്യക്തിപരമായിട്ട് എനിക്കറിയാം. വർഷങ്ങളായി ഈ മിമ്പറിൽ ഖുതുബ പറയുന്ന ഒരു വ്യക്തി എന്ന നിലക്ക് അറിയുന്നത് കൊണ്ടാണ് പറയുന്നത്. വെള്ളിയാഴ്ച നടക്കുന്ന ഈ ഖുർആൻ ക്ലാസ്സിൽ നിന്ന് ഈ 1 മണിക്കൂർ നിന്ന് അകന്നു നിന്നാൽ അത് ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടമായിട്ട് നിങ്ങൾക്ക് മാറും. യാതൊരു സംശയവും അക്കാര്യത്തിലില്ല. പേടിക്കേണ്ടത് റബ്ബിനെയാണ്, പേടിക്കേണ്ടത് റബ്ബിനെയാണ്, പേടിക്കേണ്ടത് റബ്ബിനെയാണ്. വേറൊരു കാരണം പറഞ്ഞിട്ട് റബ്ബിന്റെ മുന്നിൽ ഒന്നും രക്ഷപ്പെടാൻ പറ്റൂല. അതുകൊണ്ട് സമയം ഉണ്ടെങ്കിൽ വന്നോളിയും പഠിച്ചോളിയും, അതേ കിട്ടുള്ളൂ നാം മരിക്കുന്ന സമയത്ത്. അള്ളാഹു അതിനെ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നല്ല രീതിയിൽ മുസ്ലിമായി മുഅ്മിനായി ജീവിച്ചു മരിക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങൾ വന്നുപോയ ചെറുതും വലുതുമായ പാപങ്ങളെ നീ പൊറുക്കണേ റഹ്മാനേ. അല്ലാഹുവേ, മുസ്ലിമായി മുഅ്മിനായി ജീവിച്ചു മരിക്കാൻ തൗഫീഖ് നൽകണം റഹ്മാനേ. അല്ലാഹുവേ, നേരത്തെ പറഞ്ഞ ആ ഒരു ചെറുപ്പക്കാരനെ പോലെ കുറേയേറെ ആളുകൾ വലിയ അസുഖങ്ങൾ പിടിപെട്ടുകൊണ്ട് മരണത്തിന്റെയും ജീവിതത്തിന്റെയും ഇടയിലാണ് റഹ്മാനെ. അല്ലാഹുവേ, ഖൈറായത് നൽകണേ റഹ്മാനെ. തിരിച്ചു വരാൻ കാത്തിരിക്കുന്ന കുടുംബത്തിന് അവരുടെ രോഗത്തിന് ശിഫ നൽകി സന്തോഷം നൽകണം റഹ്മാനെ, സന്തോഷം നൽകണം റഹ്മാനെ. അബോധാവസ്ഥയിൽ ഒന്നും തിരിച്ചറിയാതെ എൻ്റെ ഉമ്മയടക്കം രോഗാവസ്ഥയിൽ കിടക്കുന്നവരുണ്ട്. അല്ലാഹുവേ, അവർക്കൊക്കെ ശിഫ നൽകണം റഹ്മാനെ. ഖൈറായത് അവർക്ക് നൽകണം റഹ്മാനെ. അല്ലാഹുവേ, അവരുടെ ചാരത്തിരുന്ന് അവരെ പരിചരിച്ച് അവരുടെ ആ ശാരീരികമായ അവസ്ഥയിൽ നിന്നൊരു സന്തോഷം കാണാൻ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നവർക്ക് സന്തോഷം നൽകണം റഹ്മാനെ. അല്ലാഹുവേ, അവരുടെ ജീവിതമാണ് ഖൈറെങ്കിൽ ആ ജീവിതത്തെ തിരിച്ചു നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, അതെല്ലാം ഒരു മടക്കമാണ് ഖൈറെങ്കിൽ അല്ലാഹുവേ, ആ ഖൈറിനെ നൽകണം റഹ്മാനെ. അല്ലാഹുവേ, അപകട മരണങ്ങളിൽ നിന്നും മാരക രോഗങ്ങളിൽ നിന്ന് ഞങ്ങളെ നീ കാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഇസ്സത്തോടെ മുസ്ലിം എന്ന ഇസ്സത്തോടെ മുഅ്മിൻ എന്ന ഇസ്സത്തോടുകൂടെ അല്ലാഹുവേ, ആ രൂപത്തിൽ നിന്നിലേക്ക് മടങ്ങാൻ അല്ലാഹുവേ തൗഫീഖ് ചെയ്യണം റഹ്മാനെ. അല്ലാഹുവേ, ഖുർആൻ പഠിക്കുന്ന പഠിതാക്കളുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണം റഹ്മാനെ. ആ അവസരത്തിൽ
പങ്കെടുക്കാത്തവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തല്ലേ റഹ്മാനെ. ശൈത്താനിയത്തിന്റെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തല്ലേ റഹ്മാനെ. അല്ലാഹുവേ ശൈത്താനിയത്തിന്റെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തല്ലേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار. ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين. امين برحمتك يا ارحم الراحمين. والحمد لله رب العالمين وصلى الله على محمد واله وصحبه اجمعين.